അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം കുറേ ആളുകൾ വിളിച്ചു പറയാറുള്ള ഒരു സങ്കടക്കഥയാണ്. കുറേ ആളുകൾ വിളിക്കാറുള്ള ഒരു സങ്കടക്കഥയാണ്. ഉസ്താദേ, കടമായി പ്രയാസത്തിലാണ്, ധാരാളം വർഷമായി ഉസ്താദേ കടമാണ്, കടം കൊണ്ട് കുടുങ്ങി ഉസ്താദേ, ഇനിയൊരു വഴിയില്ല, ഉസ്താദ് ഒരു വഴി പറഞ്ഞു തരണം, ഉസ്താദ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം ഉസ്താദ് പറഞ്ഞു തരണം, തങ്ങൾ പറഞ്ഞു തരണം എന്നായിരുന്നു കുറേ ആളുകളുടെ കോള്. കടം കൊണ്ട് പ്രയാസത്തിലാണ് ഉസ്താദേ, ഞങ്ങൾ കടം കൊണ്ട് ഞങ്ങളെ കൂരയും വീടും എല്ലാം വിറ്റു, എന്നിട്ടും ഞങ്ങളെ കടം അവസാനിക്കുന്നില്ല. എന്ത് തൊട്ടാലും കടം, ഒരു കടം വീടി, പിന്നെ കുറേ കഴിയുമ്പോൾ വേറൊരു കടം അങ്ങ് വീടുന്നില്ല. കടം ഞങ്ങളെ കുടുംബത്തെയും ഞങ്ങളെ തൊട്ട് പോകുന്നില്ല ഉസ്താദേ, പ്രയാസമാണ് ഉസ്താദ്, ദുആ ചെയ്യണം, തങ്ങൾ ദുആ ചെയ്യണം എന്നായിരുന്നു കുറേ ആളുകളുടെ ഒരു പ്രയാസം, ഒരു കണ്ണുനീര്, സങ്കടം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ മാർഗം എന്താണ്, കടം എങ്ങനെയാണ് വന്നു ചേരൽ, ഇൻഷാ അല്ലാഹ് കടം വീടാനുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു ദിക്ർ എന്താണ്, ഇൻഷാ അല്ലാഹ് അതൊക്കെ ഉൾക്കൊള്ളിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു സ്വാലിഹായ ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. വിഷയത്തിലേക്ക് കടക്കാം. കടമാണ്. എങ്ങനെയാണ് കടം വന്നു ചേരൽ? പൈശാചികമായ പ്രയാസങ്ങളെ കൊണ്ട്, പിശാചിൻ്റെ ഉപദ്രവങ്ങളെ കൊണ്ട് കടം വന്നു ചേരുമോ? നമുക്ക് സിഹർ ഉണ്ടായിക്കഴിഞ്ഞാൽ കടമുണ്ടാകുമോ? കണ്ണേർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കടം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമോ? അല്ലെങ്കിൽ കൈവശ സംബന്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കടം വന്നു ചേരുമോ? എല്ലാം മൊത്തം ഒരു പൈശാചികമായ ഷർറ് നമ്മളെ ജീവിതത്തിലുണ്ടെങ്കിൽ കടമുണ്ടാകുമോ? അതെല്ലാമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പൈശാചികമായ, നമ്മൾ സിഹറിൽ പറഞ്ഞതുപോലെ, സിഹർ വന്നാൽ, ഒരാൾക്ക് സിഹർ വന്നു കഴിഞ്ഞാൽ, ഒരാൾക്ക് സിഹർ ഏറ്റു കഴിഞ്ഞാൽ അവനക്ക് പല പ്രശ്നങ്ങളാണ്. കടം മാത്രമല്ല, പല ജാതി പ്രശ്നങ്ങൾ. അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, അതിൻ്റെ പരിഹാരം എന്താണ്, ഇൻഷാ അല്ലാഹ് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവർക്ക് പോയി കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ പല പ്രശ്നങ്ങളും നമ്മൾ സിഹർ ഒരാൾ നമ്മൾക്ക് ചെയ്തു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ടാകും. അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, കണ്ണേർ ഉണ്ടായിക്കഴിഞ്ഞാൽ പല പ്രയാസങ്ങളാണ്. ഒരാൾ നശിപ്പിക്കലാണ് കണ്ണേർ കൊണ്ടും സിഹർ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ആളുകളെ നശിപ്പിക്കുക. ഒരു കണ്ണിൽ നിന്നും, മറ്റുള്ളവൻ്റെ കണ്ണിൽ നിന്നും ഇഷ്ടമില്ലാത്ത അസൂയയോടുള്ള നോട്ടത്തിനാണ് കണ്ണേർ എന്ന് പറയുന്നത്. കണ്ണേറിൻ്റെ വീഡിയോ, അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇൻഷാ അല്ലാഹ് മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. അതിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു അസൂയ കൊണ്ടുള്ള നോട്ടമാണ് കണ്ണേർ. അതിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാകാം, നമ്മുടെ ജീവിതത്തിൽ മൊത്തം താഴ്ച ഉണ്ടാകാം. അവൻ്റെ ബിസിനസ്സിൽ താഴ്ച, അവൻ്റെ സമ്പാദ്യത്തിൽ എല്ലാം താഴ്ചയായി പിന്നെ നമ്മൾ കടം വാങ്ങാൻ തുടങ്ങും. അപ്പോൾ കടം സ്റ്റാർട്ട് ചെയ്തില്ലേ? അപ്പോൾ അങ്ങനെ കടമുണ്ടായി. അതേപോലെ തന്നെ സിഹർ ഒരാളെ നശിപ്പിക്കുകയാണ്. അവൻ്റെ ബിസിനസ്സിനെ, അവൻ്റെ സമ്പാദ്യത്തെ മൊത്തം നശിപ്പിക്കുകയാണ്. കുത്തും അവൻ. സിഹർ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഇടക്കിടക്ക് ചില ആളുകളെ വിളിച്ചു പറയാറുണ്ട്, ഉസ്താദേ, ഞങ്ങൾ സന്തോഷത്തിൽ കഴിഞ്ഞവരായിരുന്നു, നല്ല സന്തോഷത്തിൽ, ഞങ്ങൾ ഗൾഫിലായിരുന്നു, ഞങ്ങളെ കുടുംബവും ഞങ്ങളെല്ലാം, ഇക്കയും ഞങ്ങളെല്ലാം ഗൾഫിലായിരുന്നു. ഇപ്പോൾ ഉസ്താദേ ഒന്നുമില്ല, വീടിൻ്റെ ആധാരം വരെ ഉസ്താദേ ബാങ്കിലാണെന്ന് പൊട്ടിക്കരഞ്ഞു പറഞ്ഞവരുണ്ട്. അവർക്ക് കടത്തിൽ കുടുങ്ങിയവരാണ്, കടം കൊണ്ട് പ്രയാസപ്പെട്ടവരാണ്. അന്വേഷിച്ച് നോക്കുമ്പോൾ അവരുടെ മേൽ സിഹറുണ്ട്, അവരുടെ മേൽ സിഹർ ഏറ്റിട്ടുണ്ട്. അതാണ് പറയുന്നത്, സിഹറേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് കടം ഉണ്ടാവില്ല,
അവനങ്ങനെ താഴ്ചയിലേക്ക്, അവൻ്റെ എന്ത് ബിസിനസ്സുണ്ടോ, അവനക്ക് എന്ത് സമ്പാദ്യമുണ്ടോ, അവൻ എത്ര പണക്കാരനാണെങ്കിലും എത്ര കോടീശ്വരനാണെങ്കിലും ഒരാൾക്ക് സിഹർ സംബന്ധിച്ച് കഴിഞ്ഞാൽ അവൻ്റെ എല്ലാം അവനിങ്ങനെ കോപ്പ് കുത്താൻ തുടങ്ങും. അവൻ്റെ ഗ്രാഫ് ഇങ്ങനെ തായാൻ തുടങ്ങും. അവൻ്റെ ബിസിനസ്സിലും ജീവിതത്തിലും അവൻ്റെ ഗ്രാഫ് ഇങ്ങനെ തായാൻ തുടങ്ങും. അതാണ് അവൻ പിന്നെ ലാസ്റ്റ് ഒരു കടക്കാരനായി മാറും. കടം വാങ്ങി 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 പിന്നെ ഒരു കടക്കാരനായി മാറും. അതാണ് സിഹറേറ്റ് കഴിഞ്ഞാൽ, ഒരാൾക്ക് കണ്ണേറേറ്റ് കഴിഞ്ഞാൽ, എന്ത് പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഇതാണ് അവൻ്റെ ജീവിതത്തിലെ അവസ്ഥ. അപ്പം നമുക്ക് കടബാധിതനായി നമ്മൾ മാറും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ സങ്കട പൊട്ടിക്കരഞ്ഞ് പറഞ്ഞവരുണ്ട്, ഉസ്താദേ കടമാണ് ഉസ്താദേ, കടം കൊണ്ട് കുടുങ്ങി ഉസ്താദേ, തങ്ങളെ കടം കൊണ്ട് പ്രയാസപ്പെട്ടു, ഇനി ആരുടെ അടുത്തേക്കും പോകാൻ ബാക്കിയില്ല, ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പേടിയാണ്, കടക്കാർ വന്നിട്ട് വാതിലിൽ മുട്ടുകയാണ്, തങ്ങളെ പ്രയാസത്തിലാണ് ഉസ്താദ്, തങ്ങൾ ദുആ ചെയ്യണം, തങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം, അതിനുള്ളൊരു മാർഗം തങ്ങൾ പറഞ്ഞു തരണം എന്ന് ധാരാളം ആളുകൾ വാട്സപ്പിലായിട്ടും കോളിലായിട്ടും വിളിച്ച് സങ്കടം പറഞ്ഞവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കടത്തിൽ പ്രയാസപ്പെട്ടവർക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്റാണ് അതിൻ്റെ മാർഗം. ഇതിനെല്ലാം ഒരു മാർഗം എന്താണ്? ഇതിന് ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഞങ്ങൾ ചൊല്ലേണ്ടത് എന്താണ്? ഇതിൻ്റെ ഒരു അമല് പറഞ്ഞു തരുമോ? ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് തങ്ങളെ ഒരു അമല് പറഞ്ഞു തരുമോ? അതാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു ദിക്ർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരു അമലായിട്ട് കടക്കാരിൽ നിന്നും കടം പെട്ടെന്ന് വീട്ടാനുള്ള ഒരു മാർഗം, ഒരു എളുപ്പവഴി ഈ ദിക്റുകൾ ചൊല്ലിക്കോളി, ഒരു പ്രയാസം ഉണ്ടാവില്ല. അനുഭവമാണ്. അതായത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മഹദിയായ ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആയിഷ ബീവിയുടെ കടങ്ങളെല്ലാം ഇതോടുകൂടി, ഈ ദിക്ർ ചൊല്ലിയതോടുകൂടി തീർന്നു. കടത്തിൽ നിന്നും ആയിഷ ബീവി മോചിതനായി എന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് ഇത് ഞാനോ തങ്ങൾ കയ്യിൽ നിട്ടുണ്ടാക്കിയതല്ല, ഇത് തങ്ങൾ പറഞ്ഞുണ്ടാക്കിയതല്ല, ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത, അവിടുന്ന് പകർന്നു കൊടുത്ത ഒരു അമലാണ്, ഒരു ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിത് ചൊല്ലിക്കോളി. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഈ ദിക്ർ പതിവാക്കിക്കോളി, ഒരു പ്രയാസം ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി എത്രയും വേഗം ആ കടം വീട്ടാനുള്ള മാർഗം അള്ളാഹു തുറന്നിട്ട് തരും. ഒരു പ്രയാസവും വേണ്ട. ഇത് നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കോളി, നിങ്ങൾക്കൊരു വിജയമുണ്ടാകും. അള്ളാഹു വിജയികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. കടക്കാരിൽ നിന്നും ഷഹീദിന് പോലും പൊറുക്കാത്ത കടം അള്ളാഹുവെ ഞങ്ങൾക്ക് നീ നൽകല്ല തമ്പുരാനെ. കടബാധിതനായി മരിക്കുന്നൊരവസ്ഥ അള്ളാഹുവെ ഞങ്ങൾക്ക് നൽകല്ലേ, അള്ളാഹ് നൽകല്ല തമ്പുരാനെ. കടബാധിതനായി മരിക്കുന്നൊരവസ്ഥ ജീവിച്ച് തീരോളം ഭൂമിയിൽ ജീവിച്ച്, പക്ഷേ മരിക്കുന്ന സമയത്ത് കടബാധിതനായി മറ്റുള്ളവൻ്റെ ഉണ്ടെങ്കിൽ മോശക്കാരനായി മരിക്കുന്നൊരവസ്ഥ അള്ളാഹുവെ ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാനെ. ഞങ്ങൾക്ക് ദുനിയാവിൽ മറ്റുള്ളവൻ്റെ ഒരു മോശക്കാരനായി, അവന് കടബാധിതനാണ്, അവൻ ഇത്ര എനിക്ക് തരാനുണ്ടെന്ന് പറഞ്ഞ് മരണപ്പെട്ട് കഴിഞ്ഞാൽ വീടിൻ്റെ മുന്നിൽ ഓടിയെത്തും ജനക്കൂട്ടം. അള്ളാഹുവെ അത്തരം അവസ്ഥ അള്ളാഹുവെ ഞങ്ങൾക്ക് നൽകല്ല, ഞങ്ങളെ വഷളാക്കല്ല തമ്പുരാനെ, ഞങ്ങളെ മാനം കെടുത്തല്ലേ അള്ളാഹ്, ഞങ്ങളെ മാനം കെടുത്തല്ല തമ്പുരാനെ. ഈ ദിക്ർ ചൊല്ലിക്കോളി, ഒരാളെ മുമ്പിലും മാനം കെടൂല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, നമുക്ക് പഠിപ്പിച്ചു തന്നൊരു ദിക്റാണ് ഇൻഷാ.
اللهم فارج الهم قاشف العم مجيب دعوة المضطرين رحمن الدنيا والآخرة رحمهما أنت ترحمني ഫർഹംനി റഹ്മതൻ തുഅനീനാ ബിഹാ അമ്മൻ സിവാക്ക്. ഈ സ്ക്രീനിൽ കണ്ടതുപോലെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലിക്കോളി. ഒരു കടവും ഒരു പ്രയാസവും നമുക്കുണ്ടാവില്ല. നമ്മളെ കടമൽ എത്ര കടമാണെങ്കിലും അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഉഹുദ് മലയോളം കടമുണ്ടെങ്കിലും അതെല്ലാം ഈ ദിക്ർ ചൊല്ലലോടുകൂടി അതെല്ലാം അവസാനിക്കുമെന്ന് ആയിഷ ബീവിയോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്താണ് നമ്മൾ പേടിക്കേണ്ടത്? നമുക്ക് പ്രയാസം വേണ്ട, നമുക്ക് ബുദ്ധിമുട്ടണ്ട, കടം വന്ന് നമുക്ക് ഫിക്റാവണ്ട, നമ്മളിങ്ങനെ ടെൻഷൻ ആവണ്ട. ഇത് ചൊല്ലിക്കോളി, ഈ ദിക്ർ ചൊല്ലിക്കോളി. എല്ലാ കടവും എല്ലാ പ്രയാസവും നമുക്ക് മാറി നമുക്കൊരു റഹ്മത്തിൻ്റെ ഒരു നല്ല ഒരു ത്വരീഖ്, നല്ലൊരു വാതിൽ, നല്ലൊരു വഴി അള്ളാഹു തുറന്നിട്ട് തരും. ഒരു പേടിയും വേണ്ട, ഒരു പ്രയാസവും വേണ്ട. ഇത് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു അമലാണ്, ഒരു ദിക്റാണ്. ഇത് പതിവാക്കിക്കോളി. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ പ്രയാസങ്ങൾ നൽകല തമ്പുരാനെ. ധാരാളം ആളുകൾ വിളിക്കാറുണ്ട്, പ്രയാസങ്ങൾ പറഞ്ഞ് വിളിക്കാറുണ്ട്. എല്ലാവർക്കും ഓരോ പ്രയാസങ്ങളാണ്, ഓരോ പ്രതിസന്ധികളാണ്. അള്ളാഹുവേ, നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഉറച്ച ഈമാൻ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഈമാൻ നൽകണേ തമ്പുരാനെ. തഖ്വ നൽകണേ തമ്പുരാനെ. തഖ്വ നൽകണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. ഫോണിൽ വിളിച്ചിട്ടും കമന്റ് ബോക്സിലൂടെയും ധാരാളം ദുആ വസിയത്ത് ചെയ്തവരുണ്ട് തമ്പുരാനെ. റഹ്മാനായ അല്ലാഹ്, ഞങ്ങളെ വീഡിയോ പതിവായി കാണുന്നവരുണ്ട്. അല്ലാഹു അവരെ പ്രയാസത്തിലാക്കല്ല തമ്പുരാനെ. അവർക്ക് കടം കൊടുക്കല്ല തമ്പുരാനെ. കടമുണ്ടെങ്കിൽ അല്ലാഹുവെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ എളുപ്പമാക്കണേ തമ്പുരാനെ. ഈ ദിക്ർ ചൊല്ലലോടുകൂടി അവരുടെ എല്ലാ വലുതും ചെറുതുമായ എല്ലാ കടങ്ങളും അല്ലാഹുവെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ. എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ, കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ. ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഖൈറിന്റെ കവാടം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തുറന്നിട്ട് തരണേ തമ്പുരാനെ. ഷർറിന്റെ കവാടങ്ങൾ അല്ലാഹുവേ കൊട്ടി അടക്കണേ. കൊട്ടി അടക്കണേ തമ്പുരാനെ. പൊട്ടിക്കരഞ്ഞ് പ്രയാസം പറഞ്ഞവരുണ്ട്, ഫോണിൽ വിളിച്ചിട്ട് പ്രയാസം പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ഏത് പ്രയാസമാണെങ്കിലും അല്ലാഹുവേ നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. പ്രയാസങ്ങളെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ നീ ദൂരീകരിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, സിഹർ സംബന്ധമായി, കണ്ണേർ സംബന്ധമായി, പൈശാചികമായ ഉപദ്രവങ്ങൾ സംബന്ധമായി, റുഹാനിയത്തായുള്ള പ്രശ്നങ്ങൾ അല്ലാഹുവേ നീ മാറ്റി കൊടുക്കണേ. നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നും ഒരു മോചനം നൽകണേ തമ്പുരാനെ. മോചനം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ കടക്കാരനാക്കി മരിപ്പിക്കല്ലേ. ഞങ്ങളെ കടക്കാരനാക്കി മരിപ്പിക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഭാരിച്ച കടമുള്ളവനാക്കി അല്ലാഹുവേ ഞങ്ങളെ മരിപ്പിക്കല്ലേ. ഞങ്ങളെ മരിപ്പിക്കല്ലേ തമ്പുരാനെ. ഞങ്ങൾ പറഞ്ഞ ഇത് ചൊല്ലലോടുകൂടി അല്ലാഹുവേ ഞങ്ങളെല്ലാ കടങ്ങളും നീ മാറ്റിത്തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ കടം വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളെ കടങ്ങൾ വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കി തരണേ തമ്പുരാനെ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധിതനായി ഞങ്ങളെ മരിപ്പിക്കല്ലേ. ഞങ്ങളെ മരിപ്പിക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, എല്ലാം പണയത്തിലാണ്, എല്ലാം കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി വെക്കുകയാണ് തമ്പുരാൻ. കടം കൊന്നുകൂടിയിട്ട് തമ്പുരാൻ. അല്ലാഹു അതിനുള്ള മാർഗം എളുപ്പമാക്കണേ. അത് വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കണേ തമ്പുരാനെ. അത് വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഭാരിച്ച കടക്കാരനാക്കല്ലേ. ഞങ്ങളെ കടക്കാരനാക്കല്ലേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ. ധാരാളം ആളുകൾ ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. രോഗമാണ് ഉസ്താദേ, തങ്ങളെ രോഗമാണ്, പ്രയാസമാണ്, പ്രതിസന്ധിയാണെന്ന് പറഞ്ഞവരുണ്ട് തമ്പുരാനെ. അല്ലാഹു എല്ലാ
രോഗങ്ങളും ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളും ക്യാൻസർ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിൽ നൽകല്ലേ തമ്പുരാനെ. ഞങ്ങളെ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും അതിൻ്റെ ഒരു അണു, അതിൻ്റെ ഒരു വൈറസ് അല്ലാഹുവിന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നീ ഈ സാഅത്ത് മുതൽ നീ കരിയിച്ച് കളയണം അല്ലാഹ്. നീ കരിയിച്ച് കളയണേ തമ്പുരാനെ. നീയാണ് ഷാഫിഅ തമ്പുരാനെ. നീ കരിയിച്ച് കളയണേ അല്ലാഹ്. അല്ലാഹുവേ ക്യാൻസർ നൽകല്ലേ തമ്പുരാനെ, ട്യൂമർ നൽകല്ലേ തമ്പുരാനെ, അറ്റാക്ക് നൽകല്ലേ തമ്പുരാനെ, മാരകമായ അസുഖങ്ങൾ നൽകല്ലേ തമ്പുരാനെ, ബ്ലഡ് ക്യാൻസർ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ട്യൂമർ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ റഹ്മാനുർ റഹീമീനായ അല്ലാഹ് ഞങ്ങൾക്ക് രോഗം നൽകല്ലേ തമ്പുരാനെ. ഡിസ്കിന് കംപ്ലൈന്റ് ഉള്ളവരുണ്ട് തമ്പുരാനെ. ഊരവേദനയായി പ്രയാസപ്പെടുന്നവരുണ്ട് തമ്പുരാനെ. കാൽമുട്ടുവേദനയായി പ്രയാസപ്പെടുന്നവരുണ്ട് തമ്പുരാനെ. തൈറോയിഡിന്റെ അസുഖങ്ങൾ ഉള്ളവരുണ്ട് തമ്പുരാനെ. യൂറിക് ആസിഡ് വന്നുകൊണ്ട് കെണുപ്പുകളിൽ വേദന ഉള്ളവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ ഇബാദത്തിന് പോലും പ്രയാസമുള്ള രോഗങ്ങളുള്ളവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ ഈ സാഅത്ത് മുതൽ അത്തരം രോഗങ്ങൾ അല്ലാഹുവേ നീ ശിഫയാക്കണേ തമ്പുരാനെ. പ്രമേഹമുള്ളവരുണ്ട് തമ്പുരാനെ, പ്രഷർ ഉള്ളവരുണ്ട് തമ്പുരാനെ, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ നീ മാറ്റിക്കൊടുക്കണേ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. തല സഞ്ചരിക്കുന്നവർ, തലവേദന വന്ന് ധാരാളം വർഷം തലവേദനയായി പ്രയാസപ്പെടുന്നവരുണ്ട് തമ്പുരാനെ. മൈഗ്രെയിൻ പോലുള്ള തലവേദന വന്ന് പ്രയാസപ്പെടുന്നവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ നീ മാറ്റിക്കൊടുക്കണേ നീ ശിഫയാക്കണേ അല്ലാഹുവേ. അത്ര രോഗങ്ങൾ നൽകണേ തമ്പുരാനെ. നീ ശിഫയാക്കി കൊടുക്കണേ നീ ശിഫയാക്കണേ തമ്പുരാനെ. റഹ്മാനുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ ഞങ്ങളെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ തമ്പുരാനെ. ദുനിയാവിന്റെ കാര്യം ചോദിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ആഖിറത്തിന്റെ കാര്യമാണ് ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ തമ്പുരാനെ. മരിക്കുന്നതിന് മുമ്പ് കഅബയൊന്ന് കാണാൻ ഞങ്ങൾക്ക് ഏറ്റവും തൗഫീഖ് നൽകണേ അല്ലാഹുവേ പാപം പതിഞ്ഞ പാദം മതാഫിലൊന്ന് നിർത്തി ദുഃഖദോഷ ഭാണ്ഡക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് അല്ലാഹുവേ കണ്ണറയെ കഅബ കണ്ട് അല്ലാഹുവേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിൽ ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹി എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറഞ്ഞ് കഅബയും കണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയും കണ്ണറയെ കണ്ട് ഉമ്മ പറ്റ കൽബ് പോലെ തിരിച്ചു വരാൻ, ഉംറയും കഴിഞ്ഞ് ഉമ്മ പറ്റ കൽബ് പോലെ തിരിച്ചു വരാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. തങ്ങൾ ഉംറക്ക് പോകുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചവരുണ്ട് തങ്ങളുടെ കൂടെ ആ ദുആയിൽ ഒന്ന് പങ്കെടുക്കാൻ ഞങ്ങളും കൂടെ വരാമെന്ന് പറഞ്ഞ കുടുംബക്കാരുണ്ട് തമ്പുരാനെ. കുടുംബമുണ്ട് തമ്പുരാനെ. ഞങ്ങൾക്ക് എപ്പോഴും ബന്ധപ്പെടുന്ന കുടുംബമുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ അവർക്ക് നീ തൗഫീഖ് കൊടുക്കണേ തൗഫീഖ് കൊടുക്കണേ തമ്പുരാനെ. ഉംറ നിർവഹിക്കാൻ തൗഫീഖ് കൊടുക്കണേ തമ്പുരാനെ. മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് കൊടുക്കണേ നീ തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ ധാരാളം പ്രവാസികൾ ദുആ വസിയത്ത് ചെയ്തവരുണ്ട് തമ്പുരാനെ. ഒരു പ്രവാസിയെയും കൊയക്കല്ലേ ഒരു പ്രവാസിയെയും ബുദ്ധിമുട്ടിലാക്കല്ലേ ഒരു പ്രവാസിക്കും അല്ലാഹുവേ കടം കൊടുത്ത് അല്ലാഹുവേ ബുദ്ധിമുട്ടിലായിട്ടല്ലേ അവിടുന്ന് മരിച്ച് അല്ലാഹുവേ പോസ്റ്റ്മോർട്ടം ചെയ്ത് പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരുന്ന മയ്യത്താക്കി എൻ്റെ ഒരു പ്രവാസിയുടെയും മയ്യത്തിനെ മാറ്റല്ലേ മയ്യത്തിനെ മാറ്റല്ലേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാഹുവേ. നെറ്റിത്തടം ഉയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങൾ ഉൾപ്പെടുത്തണേ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലിഖായിലും അവിടുത്തെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും മുഹദവി നൽകണേ ഏറ്റവും മുഹദവി നൽകണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.